ഹായ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിക്കവാറും ഇങ്ങനെ എടുക്കുമെങ്കിലും പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ഞാൻ പോകലാണ് പതിവ്. കാരണം മനഃപൂർവ്വമല്ല, ഞാൻ മറന്നു വ്ളോഗൊക്കെ എടുക്കുന്നുള്ള കാര്യം. അപ്പോൾ കുറേ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ ചായയിലാണ് തുടങ്ങുന്നത്. ആദ്യം തന്നെ ചമ്മി ഗ്യാസ് ഓഫാക്കി വെച്ചിട്ട്, കുറ്റി ഓഫാക്കി വെച്ചിട്ട് ചുമ്മാ ഗ്യാസ് കത്തിക്കാൻ നോക്കി. പിന്നെ വീണ്ടും ഞാൻ തുറന്നിട്ട് ഞാൻ തന്നെ കത്തിക്കുകയാണ്. അപ്പം രാവിലെ തന്നെ ചായക്ക് വെച്ച് അപ്പം നോക്കിയപ്പോൾ തേയില തീർന്നിരിക്കുകയാണ്. അപ്പോൾ വലിയ ടിന്നിൽ നിന്ന് തട്ടി കുറച്ച് ഇങ്ങോട്ട് ഇട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ തരിത്തേയിലയാണ് കേട്ടോ അവിടെ യൂസ് ചെയ്യുന്നത്. അത് ആദ്യം തന്നെ ഇട്ടില്ലെങ്കിൽ പിന്നെ അതിന് കളർ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. ഇവിടെ എല്ലാവർക്കും ഒത്തിരി കടുപ്പുള്ള ചായ ഇഷ്ടമല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും ചേട്ടൻ മാത്രം 2 ഗ്ലാസ് ചായ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ രാവിലെ. പിള്ളേരൊന്നും അങ്ങനെ ചായ കുടിക്കത്തില്ല. വേണമെങ്കിൽ ആവശ്യപ്പെടും, ഇങ്ങനെ വേണം എന്ന് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവർ ഡെയിലി അങ്ങനെ ചായ കുടിക്കത്തില്ല. ഞാൻ നിർബന്ധിക്കാറുമില്ല. അത്ര നല്ല ശീലമൊന്നും അല്ലല്ലോ ദിവസം അങ്ങനെ ചായ കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് നേരത്തെ ചായ അഡിക്റ്റൊന്നും അല്ലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ രാവിലെ ഒരു ചായ കിട്ടണം എന്നുള്ളത് എന്തോ ഒരു നിർബന്ധം പോലെയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുടിച്ച് എനർജിയൊക്കെ കയറ്റിയിട്ട് പണികൾ ഇഷ്ടം പോലെ എടുക്കാനുണ്ട്. കാരണം ഇന്ന് സൺഡേ ദിവസത്തെ വ്ളോഗാണ് ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ചായയൊക്കെ തിളച്ച് സെറ്റായി ചായ കുടിച്ച് പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നമുക്ക് ചായ കുടിക്കാം. പക്ഷേ കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിലോട്ട് പോയി ഇരുന്നതേ ഉള്ളൂ. മഴ നല്ല ഇരച്ച് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി അകത്ത് കയറി കേട്ടോ. അപ്പോൾ ഇപ്പം മഴയുടെ സീസണല്ലേ, പക്ഷേ രസമാണ് എങ്ങും പോകണ്ടെങ്കിൽ മാത്രം മഴ കാണാനായിട്ട്. അങ്ങനെ മഴ കൊണ്ടിരുന്നാൽ പറ്റത്തില്ല, നമുക്ക് പണിയുണ്ട്. അങ്ങനെ ചോറിനൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ വെക്കുകയാണ്. ആദ്യം തന്നെ ആ പണി, ചോറ് വെക്കുന്ന ആളല്ലോ ഇച്ചിരി നല്ല പണിയുള്ളത്. അപ്പോൾ ചേട്ടൻ രാവിലെ തന്നെ എണീക്കും കേട്ടോ. ഞായറാഴ്ച ദിവസം എല്ലാവരും വിചാരിക്കും കിടന്നുറങ്ങണം ഒത്തിരി സമയം, അങ്ങനെ വിചാരിക്കും തലേന്ന് പറയുകയും ചെയ്യും. പക്ഷേ 5:30-6 മണിയാകുമ്പോഴേ എഴുന്നേറ്റിരിക്കുകയും ചെയ്യും. പിന്നെ പത്രക്കാരനെ നോക്കിയിരിക്കലായി, ബീഫ് മേടിക്കാൻ പോകലായി. അങ്ങനെ ഇന്നും ഞാൻ എഴുന്നേറ്റപ്പോഴേ ബീഫൊക്കെ വാങ്ങിക്കാൻ ആൾ പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എത്തിയിട്ടില്ല. അപ്പം ഞാൻ വിളിച്ച് കുറച്ച് സവാളയും അതും ഇതൊക്കെ സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു. ഞാൻ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് നിന്നപ്പോഴാണ് ചേട്ടൻ വാങ്ങിക്കാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ ഞാനൊന്നും ഓർത്തില്ല. സാധാരണ ചീത്ത പറയേണ്ടതാണ്, കാരണം പോയത് അവിടെ നിന്ന് തന്നെ അല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ നമുക്ക് അതത് സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കാം. കാരണം വീണ്ടും നമ്മൾ കഴുകി ഇവിടെ തന്നെ കമത്തി വെക്കണം. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും നമുക്കിവിടെ വീണ്ടും പണിയുണ്ടല്ലോ ഇന്നിനിയും. ഞാനിങ്ങനെ പാത്രം കിച്ചണിൽ വയ്ക്കുമ്പോൾ അന്നേരം പാത്രം കഴുകി വെക്കും കേട്ടോ. അതിങ്ങനെ ഒരു വലിയൊരു സിങ്ക് നിറയെ ഇങ്ങനെ കൂട്ടിയിടാൻ തോന്നുമില്ല. എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു മടിയാണ്. ഒരുമിച്ച് പണിയെടുക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ ഉള്ള പാത്രങ്ങൾ ഒരു ഗ്ലാസ് ആയാലും ഞാൻ കഴുകി അന്നേരം മാറ്റി വെക്കും. അപൂർവമായിട്ടാണ് ഞാൻ അങ്ങനെ സിങ്കിൽ പാത്രങ്ങൾ ഇട്ടിട്ട് പോകുന്നത്. ഇന്നിവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആർക്കും ഇഷ്ടമില്ല എന്നല്ല, ചേട്ടനൊന്നും പൊതുവേ ഇഷ്ടമല്ല. എനിക്കും എൻ്റെ പാറുവിനും ഭയങ്കര ഇഷ്ടമാണ് പുട്ട്. അതാണ് അരിപ്പുട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന. പുട്ടെന്ന് പറയുമ്പോൾ എല്ലാവരും മുഖമൊക്കെ ചുളിയൊന്നും, എങ്കിലും ഞാനിന്ന് പുട്ടുണ്ടാക്കും. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും ഉണ്ടാക്കി കഴിക്കണ്ടേ, അതുകൊണ്ട്. അങ്ങനെ പുട്ടുപൊടിയൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചപ്പോൾ തന്നെ ചേട്ടൻ വന്നിട്ടുണ്ട്. സാധനങ്ങളെല്ലാം പിന്നെ നമ്മുടെ ബീഫൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഞാനൊന്ന് ഒതുക്കി മാറ്റി വെച്ച് ബാക്കി പണിയൊക്കെ എടുക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. സാധാരണ ഇതിൽ രാവിലെ എഴുന്നേറ്റാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കുറച്ച് സമയം വീണ്ടും ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന് സമയം കളയുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ച മഴയുള്ള ദിവസമല്ലേ, അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചുരുണ്ട് കൂടി ഇരിക്കണമെങ്കിൽ പെട്ടെന്ന് പണി തീർക്കണമെന്ന് വെച്ചാൽ ഞാൻ എങ്ങും ഇരുന്നിട്ട് പോലും ഇല്ല. അപ്പോൾ തന്നെ ഞാൻ എല്ലാം അങ്ങ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ തന്നെ ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ട് കാപ്പി പിടിച്ചാലോ എന്നൊക്കെ വരെ ഞാൻ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ വിശപ്പിൻ്റെ വിളി വന്നാൽ പിന്നെ എനർജി തീർന്നു പോകും. അതുകൊണ്ടിട്ട് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു പുട്ടും ബീഫ് കറി ആയാലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നലെ വാങ്ങിച്ച പഴം എന്ത് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പലമാതിരി ചിന്തകൾ ചിന്തിച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് ഞാൻ. അങ്ങനെ മല്ലിയിലയൊക്കെ വൃത്തിയാക്കി ടിന്നിലിട്ട് നമ്മുടെ ഫ്രിഡ്ജിലങ്ങ് കയറ്റി വെക്കാമെങ്കിൽ ആ പണി കഴിഞ്ഞല്ലോ. കൈയോടെ ഞാൻ അതൊക്കെ അങ്ങ് ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് ബീഫൊക്കെ എടുത്തിട്ട് അത് കഴിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകാനുള്ള എളുപ്പത്തിന് കുറച്ച് ബ്ലഡൊക്കെ അങ്ങ് പോവല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴും നമ്മുടെ കലം വെച്ച് തീ കത്തിച്ചിട്ട് അരി ഇടുന്ന ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചോറില്ലാതെ കറി മാത്രം വെച്ച് തിന്നേണ്ടി വന്നേനെ. അപ്പം ഞാൻ പിന്നെ എളുപ്പം തന്നെ ബാക്കി പണി എല്ലാം അവിടെ ഇട്ടിട്ട് അരി അടവിലിട്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്തൊക്കെയോ ചോദിക്കുന്നു എൻ്റെ അടുത്ത് അവിടെ നിന്നിട്ട്. പിന്നെ എന്തൊക്കെയോ വളമിടലോ ഒക്കെ പുള്ളിയുടെ കൃഷി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കോഴീൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് അതിൻ്റെയൊക്കെ വേരൊക്കെ മന്തുവോ ഇടുന്ന എല്ലുപൊടിയൊക്കെ തിന്നുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. കോഴിയൊക്കെ വഴക്ക് കുറേയൊക്കെ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ഗോതമ്പോ അരിയൊക്കെ വാരിയിട്ട് കൊടുക്കുക, അതങ്ങ് മാറിക്കോളും അവിടെ നിന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും നമ്മുടെ ബാക്ക് ടു നോർമൽ നമ്മുടെ പണിയിലിട്ട് തന്നെ വന്നു. പുട്ട് ഒക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം പെട്ടെന്ന് ആവി കയറ്റാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പല്ല് തേക്കാൻ ബ്രഷ് എടുത്താൽ പിന്നെ ഒരു ശരണം തരത്തില്ല, വിശക്കെന്ന് പറഞ്ഞോളയും.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പുട്ടിനൊക്കെ വെച്ചപ്പോൾ പുട്ട് വേണ്ട, ആ പഴം ചോറ് മതി എന്ന് പറഞ്ഞു. അതിന് കാരണമുണ്ട്, തലേന്നത്തെ തീയൽ കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് പുള്ളിക്കാരൻ ഇതെല്ലാം തുറന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പലഹാരം കഴിക്കത്തില്ല. അപ്പോൾ ചോറ് വേണ്ട, പിന്നെ ചോറ് വേണം. അങ്ങനെ ഞാൻ പിന്നെ ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ തന്നെത്താനെ വരുന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്നിട്ട് ഞങ്ങൾ കുറച്ച് ചോറ് കൊടുത്തു കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ ചോറ് കൊടുത്തു. ഇനി ബാക്കി പുട്ടെല്ലാം പുഴുങ്ങി പാത്രത്തിലൊക്കെ ആക്കി അതൊക്കെ അടച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഈ മഴയായതുകൊണ്ട് ഭയങ്കര ഈച്ചയുടെയൊക്കെ ശല്യമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കങ്ങ് എന്തെങ്കിലും സാധനമൊക്കെ ഇങ്ങനെ തുറന്ന് വെക്കുന്നത് ഭയങ്കര ഈർച്ചകളാണ്. ഈച്ചയൊക്കെ കാണുമ്പോൾ ഒരു എളുപ്പമാണ് എനിക്ക്. അപ്പോൾ അതൊക്കെ വന്നിങ്ങനെ ആഹാരത്തിലിരിക്കുമോ എന്നുള്ള പേടി കൊണ്ടെല്ലാം അടച്ച് ഭദ്രമാക്കിയാണ് എല്ലാം വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ പുട്ട് കണ്ടാൽ പിന്നെ എനിക്ക് അപ്പം വിശക്കും. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് പുട്ടും പഴവും പഞ്ചസാരയും കൂടി ഇട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. പുട്ട് പഴം മാത്രമായിട്ട് കൂട്ടി ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പഞ്ചസാര ശരീരത്തിന് അത്ര നല്ലതല്ലെന്ന് പറഞ്ഞാലും എനിക്ക് ചിലതിൻ്റെ കൂടെയൊക്കെ പഞ്ചസാര തിന്നണം നിർബന്ധമാണ്. അങ്ങനെ അടുത്ത കുറ്റിപ്പുട്ട് വെക്കാൻ നിന്നപ്പോഴാണ് ഓർത്തത് ചേട്ടൻ മുട്ട വിഴുങ്ങുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മണ്ടത്തരമൊക്കെ കാണിക്കുന്നു. ഞാൻ തന്നെ ചിരിക്കുകയും ചെയ്യും കേട്ടോ. ഈ മണ്ടത്തരമൊക്കെ ആരുമില്ല കാണാൻ, ഞാൻ തന്നെ ഉള്ളു ചിരിക്കാനും വരെ. അപ്പോൾ ആദ്യം ഞാൻ വലിയൊരു തവി എടുത്തിട്ട് നോക്കുകയാണ്, അത് പറ്റുന്നില്ല. അടുത്ത തവി എടുത്തിട്ട് വന്നിട്ട് ഇട്ടൊക്കെ നോക്കിയിട്ടാണ് മുട്ട എടുത്ത് അകത്തോട്ട് ഇട്ട് വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അങ്ങ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് പോയാൽ ചിലപ്പോൾ ബുൾസയായിട്ട് അതിനകത്ത് കിടക്കും മുട്ട. അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങി ഇനി ചേട്ടനോട് തല്ലി പിടിച്ചതിൻ്റെ ഒരു പങ്ക് പറ്റാനുള്ളതാണ് കേട്ടോ. അങ്ങനെ മുട്ടയും പുട്ടും കൂടെ ഒരുമിച്ച് പുഴുങ്ങി റെഡിയായി വരട്ടെ. അപ്പോൾ നമുക്കല്ല, ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് അടച്ച് വെച്ച് അപ്പുറത്ത് എന്തൊക്കെയോ ചെറിയ കിന്നര പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നത്, കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് അന്ന് വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടും പകുതി കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം ഇന്ന് ഈ വീഡിയോ കണ്ടാണ് ഞാൻ ഇന്ന് സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അച്ഛനും മോളും കൂടെ ഇവിടെ നല്ല ഗംഭീര പണിയിലാണ്. എന്താണ്, സലാഡ് ഉണ്ടാക്കാനായിട്ട് ഒരു ക്യാബേജ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് തോരൻ വെക്കാനല്ല നിനക്ക് എന്ന് കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞു. അല്ലാതെ എൻ്റെ ഭർത്താവ് അങ്ങനെ പച്ചക്കറികളൊന്നും വാങ്ങിക്കാറില്ല. പുള്ളിക്ക് മാത്രം തോന്നുമ്പോൾ ഈ സലാഡിൻ്റെ സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അത് തന്നെ അരിഞ്ഞൊക്കെ തന്ന് എന്നിട്ട് ഞാനത് കുളമാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തു ഉപ്പിട്ട്. പിന്നെ സലാഡ് അങ്ങനെയാണ് ഉപ്പിട്ട് മിക്സ് ചെയ്യാതെ എടുക്കുന്നത്, അത് ഭയങ്കര ഡെക്കറേഷൻ പരമായിട്ടൊക്കെ വെക്കണം എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പണിയിലോട്ട് കടന്ന് കൊച്ചുള്ളി ഇട്ട് മാത്രമാണ് ഇന്ന് ബീഫൊക്കെ വെച്ചത്. അങ്ങനെ എനിക്ക് തോന്നി അങ്ങനെ കൊച്ചുള്ളി മാത്രം വെച്ചിട്ട് ബീഫ് വെക്കാം. അപ്പോൾ വലിയ കൊച്ചുള്ളിയാണ്, അതുകൊണ്ടാണ് ഭയങ്കര ഈസി ആയിട്ട് പൊളിച്ചൊക്കെ എടുത്തത്. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങനെ ബീഫ് കറിയും രസവും പിന്നെ രണ്ട് സലാഡും സ്പെഷ്യൽ അതൊക്കെ റെഡിയാക്കി. ബീഫ് കറി ഒത്തിരി വറ്റിക്കണ്ടെന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് വറ്റിപ്പോയി. പിന്നെ പതിവാണ് ഇത് കേട്ടോ. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യും, ഒരു സ്പൂണും ഒരു പാത്രമൊക്കെ എടുത്തിട്ട് അവിടെ പോയിരുന്നിട്ട് എല്ലാവരെയും കൊതിപ്പിക്കും, എല്ലാവർക്കും ഇച്ചിരി കൊടുക്കും, അങ്ങനെയൊക്കെ ടേസ്റ്റ് ചെയ്യും കേട്ടോ. ഇത് കാശുമോനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് ഫസ്റ്റ് ഞാനിങ്ങനെ തിന്നാൻ തുടങ്ങിയത്. പിന്നെ പ്രഗ്നൻസിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിലും പിന്നെ ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ ഒരു കൊതി വരും, അങ്ങനെ തിന്നാലെന്താ. പിന്നെ ചോറ് കഴിച്ച് പകുതി ആയപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ശകലം ക്ലിപ്പ് ഞാൻ എടുത്ത്. അപ്പോൾ ഞാനും ചേട്ടനും ആണ് കഴിക്കാനിരുന്നത്. ബാക്കി രണ്ട് സാധനങ്ങൾ കഴിക്കാനായിട്ട് അന്നേരം ഇരുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ കഴിച്ചത് കേട്ടോ. പിന്നെ ഒരു 3:30-3:45 ആയിക്കഴിഞ്ഞപ്പോൾ ഒരു വിശപ്പോ ദാഹമോ എന്തൊക്കെയോ. അപ്പോൾ കുറച്ച് പൈനാപ്പിൾ ചെത്തി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കഴിക്കാൻ ആർക്കും വേണ്ടാന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചെടുത്തിട്ട് ജ്യൂസാക്കാം. അങ്ങനെ ഞാനും പാറും കൂടെ കഥയൊക്കെ പറഞ്ഞ് അത് ജ്യൂസാക്കാനുള്ള പണിയിലാണ് കേട്ടോ. പാറു അന്നേരം എൻ്റെ അടുത്ത് എന്തുവാന്ന് ചോദിച്ച് വന്നതാണ്. പിന്നെ പാറു അവിടെ എന്തൊക്കെയോ കഥ പറയുകയാണ്. പാറുവിൻ്റെ കഥകൾക്ക് മറുപടി കൊടുക്കലും ഒരു വിമണ്ടൻ പണിയാണ്, സംശയങ്ങളും ഒക്കെയാണ്. അപ്പം ഞാൻ പാറു പറയുന്നതിനെല്ലാം അങ്ങ് എസ് നോക്കും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പാറു ചോദിക്കും എന്തുവായിരുന്നു, അതെന്തായിരുന്നു ചോദിക്കുമ്പോൾ പാറു എന്ത് പറഞ്ഞേന്ന് ചോദിക്കുന്നു. അന്നേരം അവിടെ കിടന്ന് തുള്ളിച്ചാടും. അമ്മ എന്തുവാണ് കേട്ടിട്ടാണ് ഈ എസ് വെക്കുന്നത്. ഞാൻ വെറുതെ അങ്ങ് എസ് വെക്കും, തല ഉലുക്കൊക്കെ ഇങ്ങനെ ചെയ്യും പാറു പറയുന്നതിനെല്ലാം. എന്നിട്ട് അങ്ങനെയൊക്കെ പാറുവിനോട് ഇച്ചിരി വായിലിട്ട് കൊടുത്തപ്പോൾ പാറുവിന് എത്ര മധുരം ഉണ്ടെങ്കിലും ഭയങ്കര തണുപ്പുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം ഇത് അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിട്ട് നല്ല വായൊക്കെ കോച്ച് പിടിച്ചത് വായിലോട്ടിട്ടപ്പോൾ അതൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. ഇതെന്തോ ഈ പൈനാപ്പിൾ ജ്യൂസ് മാംഗോ ജ്യൂസൊന്നും എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാനിപ്പോൾ നിർബന്ധിച്ച് കുടിപ്പിക്കും. നമ്മൾ ഒരു വിഷമില്ലാത്ത സാധനമാണ്, കുടിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മ പണ്ട് എന്നെ കഴിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എല്ലാം ഗുണമാണെന്ന് പറയും. ഇതെല്ലാം ഗുണമാണ്, ശരീരത്തിന് വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഞാനും ഇപ്പം അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഉടായിപ്പൊക്കെ പിള്ളേരെ അങ്ങനെയൊക്കെ പറ്റിക്കും. നല്ല ഗുണമുള്ള സാധനം കുടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും മധുരമൊന്നും ഇട്ടില്ല, നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു കേട്ടോ. അപ്പോൾ ആയിട്ട് നോക്കിയപ്പം കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഞാൻ വിചാരിച്ചെന്നാൽ ഒഴിച്ചിട്ട് ഒന്ന് ഭയങ്കര തിക്കായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്താൽ ഇവിടുത്തെ സാധനങ്ങൾ ഒട്ടും കുടിക്കത്തില്ല. പക്ഷേ അയാളുടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്തോ അങ്ങനെ കൊടുത്താലും ഇഷ്ടമാണ്, അങ്ങനെ കുടിച്ചോളും.
പക്ഷേ എൻ്റെ മക്കളെ കുടിപ്പിക്കുക ഒരു ടാസ്ക്കാണ്. പിന്നെ ഞാൻ മധുരമൊക്കെ നോക്കിയപ്പോൾ ഒരു ഇച്ചിരി മധുരക്കുറവുണ്ട് വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ. അപ്പോൾ വീണ്ടും ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് ഞാൻ അടിച്ചു കൊടുത്തു. ഇത്തിരി പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കേട്ടോ, തട്ടിയിട്ടിട്ടുള്ളൂ. പാറുവിനെ വിട്ടാണ്. പാറു ഇങ്ങനെ വന്ന് ഞാൻ പിന്നെ ഉടനെ ഞാൻ പണിയെടുപ്പിക്കും, ഹെൽപ്പറായിട്ട് നിർത്തും പാറുവിന് അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതെടുക്കും ഇതെടുക്കും എന്നൊക്കെ പറയുമ്പോൾ അത് ഇഷ്ടം. പിന്നെ അതിനകത്ത് ഇളക്കാനൊക്കെ ഒന്ന് സമ്മതിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇളക്കണം തിരിക്കണം. അങ്ങനെ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴ അരച്ച് വരുന്ന സൗണ്ട് കേട്ടോ. അപ്പോൾ നേരെ വെളിയിലോട്ട് വിട്ട് ഇനി സിറ്റൗട്ടിൽ പോയിട്ട് നമുക്ക് സീനറി കാണാം. അങ്ങനെ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ അടുത്തുള്ള വീടൊക്കെ കാണാൻ പറ്റുന്നില്ലെന്ന് വരെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങോട്ട് ഞാൻ അതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ദൂരെയുള്ള വീട്ടിലൊന്നും കാണുന്നില്ല, വീട് പോലും കാണുന്നില്ലല്ലോ, അത്ര ഭയങ്കര മഴ, ഭയങ്കര മഴയും കാറ്റും. ഞങ്ങളുടെ വീടിൻ്റെ 4 വശവും റോഡിലും എല്ലാം നല്ല തോട് പോലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ യമണ്ട മഴയോടുകൂടി ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.